ഇനി 24 ഇമ്പാക്റ്റിലേക്കാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ രജിത് അംബിക ദമ്പതികൾ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. നെയ്യാറ്റിൻകര സ്വദേശി ആദർശാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചയാളെ ഒളിവിൽ പോകാൻ സഹായിച്ച ആളാണ് ആദർശ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ വാഹനം ഓടിച്ച ആളുകൾ എവിടെ ഷഫീദ്? ഉന്മേഷ, ഇതുവരെയും ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ രജിത്തിന്റെ മൃതദേഹം വെച്ചുകൊണ്ടുള്ള ബന്ധുക്കളുടെ പ്രതിഷേധവും വൈകാരികമായ രംഗങ്ങൾ. നമ്മൾ ഏതാണ്ട് 1 മണിക്കൂറോളം സമയമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും നമ്മളത് വാർത്തയാക്കിയതിന് പിന്നാലെ, വലിയ വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. അത് വർക്കല ഡിവൈഎസ്പി നേതൃത്വം നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതികളെ, അതായത് ഈ അപകടമുണ്ടാക്കി രജിത്തിന്റെയും അംബികയുടെയും മരണത്തിനിടയാക്കിയ ആ സംഭവത്തിൽ കാർ ഓടിച്ച ആളുകളെ രക്ഷിക്കാൻ തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോകാൻ സഹായിച്ചിട്ടുള്ള നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ആദർശിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വലിയ തരത്തിൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ അത് പോലീസ് നടത്തിയിരുന്നു. പക്ഷേ എവിടെയാണ് പ്രതികളെന്ന് കൃത്യമായ ആദർശ് പറയുന്നില്ല എന്നുള്ളതാണ് കിളിമാനൂർ പോലീസും വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഇവർക്കായി ഒരു പോലീസ് സംഘം ഉണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ജനുവരി 4-ാം തീയതിയാണ് കിളിമാനൂർ പാപ്പാലയിൽ വെച്ച് രജിത്തും അംബികയും സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് അമിത വേഗതയിലെത്തിയ, അതായത് മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അമിത വേഗതയിലെത്തിയ കാർ ജീപ്പ് ഇടിക്കുന്നത്. അതിനുശേഷം ഈ ജീപ്പ് റിവേഴ്സ് എടുത്തപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ജീപ്പ് റിവേഴ്സ് എടുത്തപ്പോൾ അംബികയുടെ ദേഹത്തുകൂടി ആ വാഹനം കയറുകയായിരുന്നു. 7-ാം തീയതി അംബികയും 2 ദിവസം മുൻപ് രജിത്തും മരിച്ചു. അതിന് പിന്നാലെയാണ് ബന്ധുക്കൾ ഈ പോലീസിനെ പിടികൂടുന്നില്ല എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കിയത്. ഏതാണ്ട് 15 ദിവസം കഴിഞ്ഞിട്ടും അപകടമുണ്ടാക്കിയ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. കൂടാതെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടാക്കിയ അപകടമുണ്ടാക്കിയ വാഹനം, അതായത് പ്രധാന തൊണ്ട് മുതൽ കത്തിയതടക്കം വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ഒരു ചെറുവിരൽ അത് പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോഴും ഉന്മേഷ് ചോദിച്ചതുപോലെ ഈ പ്രതികൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും മറുപടിയില്ല. ശരി, അപ്പോഴും വാഹനം ഓടിച്ചവർ എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഈ പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ആളെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയത്. ആ വാഹനം ഓടിച്ച ആളുകൾ എവിടെയെന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസിന്റെ മറുപടി. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.